സ്പെഷ്യൽ വഴുതനങ്ങ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. മീഡിയം സൈസ് വഴുതനങ്ങ 2 എണ്ണം, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചോപ്ഡ്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചോപ്ഡ്, പച്ചമുളക് 1 ടേബിൾ സ്പൂൺ സ്ലൈസ് ചെയ്ത്, ജീരകം 1/4 ടീസ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, എണ്ണ 1/4 കപ്പ്, നല്ലെണ്ണയാണ് വേണ്ടത്, വിനീഗർ 1/4 കപ്പ്. ഞാൻ ആപ്പിൾ സിഡർ വിനീഗർ എടുത്തത്, സാധാരണ വിനീഗർ ആയാലും മതി. കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, ശർക്കര 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. വഴുതനങ്ങ ഇതുപോലെ മുറിച്ച് വെള്ളത്തിലിടണം. ഇത് നമുക്ക് 2-3 വെള്ളത്തിൽ കഴുകി നല്ലതുപോലെ പിഴിഞ്ഞ് എടുത്തു വെക്കണം. ഈ വഴുതനങ്ങയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കാം. ഇത് ഇളക്കി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ നമുക്ക് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലോട്ട് ഈ പിഴിഞ്ഞ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നല്ലോണം എണ്ണയിൽ മുങ്ങിക്കിടക്കണം വഴുതനങ്ങ. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് ശരിയാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, ഉലുവ, ജീരകം, കടുക്, ഇതെല്ലാം വിനീഗറിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. ഇടയ്ക്ക് വഴുതനങ്ങ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ വന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. വഴുതനങ്ങ കരിഞ്ഞു പോകരുത്. ഇങ്ങനെ മുരിഞ്ഞു വരണം. എന്നിട്ട് കോരി മാറ്റാം. എണ്ണ ക്ലിയർ ആയിട്ട് ഇരിക്കണം. നമുക്ക് അടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഇളക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് മസാല ചേർത്ത് ഇളക്കാം. എണ്ണ നല്ലപോലെ തെളിഞ്ഞു വരണം. മസാല മൂക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. ശർക്കരയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കാം. എണ്ണ തെളിഞ്ഞു വന്ന് നമ്മുടെ അച്ചാർ റെഡി. സ്പൈസി ആൻഡ് ടാൻജി ബ്രിഞ്ചോൾ പിക്കിൾ is ready. Share with your loved ones. Thanks for watching. See you in my next video. Take care. Bye.